ഹലോ ഫ്രണ്ട്സ്, വിജയ് ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ JBL ഒരു പാർട്ടി ബോക്സ് ആണ്, ഒരു എൻക്ലോഷർ. സംഭവം കാണാനൊക്കെ ഒരു ചെറിയ ലുക്കാണ്. ഇപ്പം നമുക്ക് JBL എംബ്ലമൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്, ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടാൽ തന്നെ ചെറിയ ഐറ്റമാണ്. പക്ഷേ അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് പക്ക പെർഫോമൻസ് ആണ് കേട്ടോ. സൈഡൊക്കെ കാണാൻ പറ്റും, നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ട് സൈഡും ഒരേ നമ്മുടെ JBLൻ്റെ എംബ്ലമൊക്കെ കൊടുത്തിട്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ കാണാൻ പറ്റും, ഒരു എയർ ഹോള്, അതേപോലെ തന്നെ കുറച്ച് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ കുറച്ച് പറയാം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്. ഏകദേശം നല്ല ഒരു പെർഫോമൻസും അതേപോലെ തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇതിൽ കാണാൻ പറ്റും, ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് മൈക്ക് കൊടുക്കാനും ബാക്കി USB അതേപോലെ തന്നെ ഓക്സ് ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഒരു AC കോഡും ഒരു എയർ ഹോളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് നല്ല ഫിനിഷിംഗ് ആണ്, അത്യാവശ്യം കാണാനും നല്ല ലുക്കാണ്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പിന്നെ പറയാനൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫോമൻസ് പക്ക പെർഫോമൻസ് ആണ്. ഏകദേശം ഒരു 100 വാട്ട്സ് RMS ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ കാണാൻ പറ്റും, നെറ്റൊക്കെ നല്ല ഗ്രിൽ ടൈപ്പ് നെറ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇരുമ്പിൻ്റെ ടൈപ്പാണ് നെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് സൈഡ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരു വൂഫറും 2 HF ആണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇത് ഓണാക്കി കാണിച്ചു തരാം. അപ്പോൾ ഓണാക്കി കാണിക്കുമ്പോൾ അതിൻ്റെ ലൈറ്റും ബാക്കി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സംഭവം കാണാൻ കിടക്കാച്ച ആയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കമ്പനി പറയുന്നുണ്ട് വാട്ടർ പ്രൂഫ് ആയിട്ടാണെന്ന് പറയുന്നുണ്ട്. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ നോക്കുമ്പോൾ കാറ്റലോഗിലും കാര്യങ്ങളിലൊക്കെ വാട്ടർ പ്രൂഫൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ കാണാൻ പറ്റിയ ഒരു വൂഫർ, 5.5 ഇഞ്ചിൻ്റെ ഒരു വൂഫറാണ് കൊടുത്തിരിക്കുന്നത്. 2 ചെറിയ HFും ചെറിയതായിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റും, 2 ചെറിയ HFും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പക്ക ക്ലാരിറ്റിയാണ് കേട്ടോ സൗണ്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം കാണാൻ പറ്റും, മുകൾ ഭാഗത്ത് ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കി കുറച്ച് സ്വിച്ചും ഐറ്റംസൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളിയാണ്. ഇതിപ്പോൾ നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, പല ടൈപ്പിൽ പല ഡിസൈനിലൊക്കെ ലൈറ്റുകളും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത് കാണാൻ പറ്റും. അത് നമുക്ക് ഇതിന് സെപ്പറേറ്റ് ഒരു ആപ്പ് ഉണ്ട്. ആപ്പിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ലൈറ്റോ അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സൗണ്ടോ ബാക്കി ഇക്വലൈസറോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സംഭവം കാണാനും നല്ല രസമാണ് കേട്ടോ. പാട്ട് വയ്ക്കാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെ ലൈറ്റ് കാര്യങ്ങളൊക്കെ മാറണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഇതിൽ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഒരു ബ്ലൂടൂത്തിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഒരു വോളിയം റൊട്ടേറ്റർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ നടുവിൽ പ്ലേ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ലൈറ്റിൻ്റെ പിന്നെ ബാസ് ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു ഇതും കൊടുത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്ത്. ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് കാണാൻ പറ്റും ഒരു എയർ ഹോള്. നമുക്കിതിൻ്റെ ഇതിൻ്റെ ബേസിൻ്റെ ഒരു എയർ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു എയർ ഹോള് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ ഇതിന് മുന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് റീചാർജബിൾ ആണ്. എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവച്ച് നമുക്ക് കുറച്ച് ടൈം പാട്ട് വയ്ക്കാം. ഏകദേശം ഒരു 5 മണിക്കൂറൊക്കെ നിൽക്കുന്നതാണ് കമ്പനി പറയുന്നത്. ഇപ്പോൾ AC കോഡ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തൊരു ജാക്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു വോളിയം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗെയിൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ USB കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ 2 ബോക്സ് പെയർ ചെയ്യാനായിട്ടൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ. സംഭവം രാത്രിയാണ് കേട്ടോ. ഇപ്പോൾ രാത്രി ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കിയതാണ്. ഓണാക്കി നോക്കിയപ്പോൾ അതിൻ്റെ ഭംഗി അപ്പോഴാണ് കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ് ഇതിൻ്റെ. ഇതാണ് ഞാൻ പറഞ്ഞ ആപ്പ്, JBL പാർട്ടി ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലുണ്ട്. നമ്മളിത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ മൊബൈലിൽ ഓപ്പൺ ആവും. നമുക്ക് ജസ്റ്റ് ഒരു ഓപ്പൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതേപോലെ തന്നെ JBL അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ എല്ലാം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ബ്ലൂടൂത്ത് ആയിട്ട് അത് കണക്റ്റ് ആവും. ബ്ലൂടൂത്തിൻ്റെ മുകളിലത്തെ സ്വിച്ച് ജസ്റ്റ് ഞെക്കി കഴിഞ്ഞാൽ ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്തും മൊബൈലും തമ്മിൽ സാധാരണ നമ്മൾ നോർമൽ ഡിവൈസ് കണക്ട് ചെയ്യുന്ന പോലെ തന്നെ കണക്ട് ചെയ്യുക. ഇതിൽ കാണാൻ പറ്റും JBL പാർട്ടി ബോക്സ് പറഞ്ഞിട്ട് അത് ഓപ്പൺ വരും. അപ്പോൾ നമ്മുടെ JBLൻ്റെ ഇതേ സെയിം പിക്ചർ ഒരെണ്ണം വരും. അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൽ കുറച്ച് ഐറ്റംസൊക്കെ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈറ്റിൻ്റെയോ അതേപോലെ തന്നെ ഇക്വലൈസർ മൈക്കോ കൺട്രോൾ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റും. ഇതിൽ ലൈറ്റിൻ്റെ ഷോസാണ്. ഏത് ടൈപ്പ് കളേഴ്സ് വേണം, ഇപ്പം നമുക്ക് ഈ ടൈപ്പ് വേണോ
ഈ ടൈപ്പ് ഇതിലുള്ള എല്ലാ ടൈപ്പ് മോഡൽസും നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമ്മൾ കാണാൻ പറ്റുന്നത് പ്ലേ ചെയ്യുന്ന ഒരു പ്ലേ ബട്ടൺ, നെക്സ്റ്റ് അടിക്കുന്ന ഒരു ഓപ്ഷൻ, അതേപോലെ തന്നെ 3 ഇക്വലൈസർ കാണാൻ പറ്റും. 3 ഇക്വലൈസറിൽ ബാസ്, മിഡ്, ട്രബിൾ. ഇപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഏത് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ അതിൽ 2 സെലക്ഷൻ ഉണ്ട്, പഞ്ച്, ബാക്കി ഫ്ലാറ്റ്, അതേപോലത്തെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് മൈക്ക് കണക്ട് ചെയ്യുമ്പോൾ മൈക്കിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ്, ട്രബിൾ, പിന്നെ എക്കോ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര എക്കോ വേണം, ഡിലേ എത്ര വേണം എന്നുള്ളത് നമുക്ക് അതിൽ കൊടുത്ത് നമുക്കത് മൈക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ ശരിക്കും അറിയാൻ പറ്റും. അതേപോലെ തന്നെ ലൈറ്റ് ഷോയിൽ ഇതിലും ലൈറ്റിൻ്റെ കുറച്ച് ഇതുകളുണ്ട്. അത് നമുക്ക് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏത് ടൈപ്പ് ഇത്. അതേപോലെ തന്നെ ഈ സെറ്റിൻ്റെ മേലെ ഒരു ചെറിയ ഫ്ലാഷ് ഉണ്ട് കേട്ടോ. ഫ്ലാഷൊക്കെ ഓൺ ആക്കി നോക്കി കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. ഇതിൽ കാണിക്കുന്നുണ്ട് ഫ്ലാഷൊക്കെ ഓൺ ആവുന്നത്. പിന്നെ ഇതിൽ ലൈറ്റിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു. ഇതാണ് ഫ്ലാഷിൻ്റെ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം കേട്ടോ. നമുക്കിതിന് ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്ത് ഇതേപോലെ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഒരു ചെറിയൊരു പാർട്ടി പോലെ, ചെറിയ പരിപാടികളൊക്കെ നമുക്ക് ഇത് വെച്ച് നമുക്ക് അറ്റൻഡ് ചെയ്ത് പോകാം കേട്ടോ. സംഭവം നല്ല രസമാണ് കാണാൻ. കുറേ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നോക്കി കഴിഞ്ഞ് അതിൽ കാണാൻ പറ്റും, കുറേ ഡിസൈൻസ് വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് അതിൻ്റെ കുറച്ച് ഡിസൈൻസ് വരുന്നത്. അതിന് മുകളിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ഫ്ലാഷ് ബ്ലിങ്ക് ചെയ്യുന്നത്. അത് നമുക്ക് ഇതേപോലെ തന്നെ ഫ്ലാഷും ബ്ലിങ്ക് ചെയ്യാൻ പറ്റും. കുറച്ച് DJ സൗണ്ട്സും കൂടി ഉണ്ട്. ഇതും കൂടി കഴിഞ്ഞാൽ വീഡിയോ അടുത്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.